ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുമ്പോൾ ഇല്ല സങ്കടം തോന്നുന്നു. കാരണം എന്ന് വെച്ചാലേ ഇന്ന് നിങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ ഉസ്താദന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരുകൾ നടത്തുന്നുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളെ ആഗ്രഹം തന്നെ റീച്ചാണ്. യൂട്യൂബിൽ വേണ്ടിയിട്ട് അതിലും സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നുള്ളത്. അല്ലാണ്ട് നിങ്ങൾ ഒരാളെ നന്നാക്കാനോ ഒരാളെ ഇതാക്കാനോ വേണ്ടിയിട്ട് അല്ല എന്ന് തന്നെ ഞാൻ പറയാം. എനിക്ക് വിവരമില്ലാന്ന് അറിവില്ലായ്മ കൊണ്ട് അറിവില്ലായ്മയായിരിക്കും. എനിക്ക് നിങ്ങളെ പോലെ തോന്നുന്ന അറിവ് വിവരം ഒന്നുമില്ല. എന്നിരുന്നാലും വിവരമുള്ള നിങ്ങളിത് ചെയ്യുമ്പോൾ കാണുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉസ്താദന്മാർ ആ ഉസ്താദ് ചെയ്തത് ജിന്നിനെ പറ്റിയിട്ട് ഈ ഉസ്താദ് വല്ലത് മറ്റത് പറ്റിയിട്ട് ഇത് തെറ്റല്ലേ അങ്ങനെയല്ലേ. ഇത് നിങ്ങൾ കാണിക്കേണ്ടത് യൂട്യൂബിലല്ല. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ആ ഉസ്താദ് ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരാം. നമ്മുടെ പ്രിയപ്പെട്ട പേരയുടെ ഉസ്താദ് ഒരാൾ ഒരു ഇത് തെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന് വിളിച്ചിട്ട് ഫോണിൽ കൂടിയിട്ട് പറഞ്ഞത് നിങ്ങൾ ചെയ്തത് തെറ്റാണ്, അങ്ങനെ വിഷമം ഇതാക്കാൻ പാടില്ല എന്ന്. ഈ ഒരു നിങ്ങൾ വോയിസ് കേട്ട നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പേരയുടെ ഉസ്താദിന്റെ നിങ്ങളോട് ആദ്യമായിട്ട് പറയട്ടെ, നിങ്ങളെ ആ ക്ലിപ്പ് അത് ചേർത്ത് കൊടുത്തത് ഞാനല്ല, ഞാൻ നിങ്ങളുടെ ക്ലിപ്പ് കേൾപ്പിച്ചതല്ല. ഞാൻ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. അത് ഹക്ക് വീട്ടിയതാണ്. അത് എന്റെ സ്വന്തം മക്കള് പറഞ്ഞാലും എന്റെ ശിഷ്യന്മാര് പറഞ്ഞാലും ഇനി ഞാൻ തന്നെ പറഞ്ഞാലും പറയരുത് അതിനൊന്ന് തോന്നിയ കാര്യം അത് പരസ്യമായി പറഞ്ഞു വല്ല സ്വകാര്യാണ്. നമുക്ക് സ്വകാര്യ തന്നെ വിളിച്ച് പറഞ്ഞാൽ മതിയാവുമായിരുന്നു. പരസ്യമായിട്ട് സമൂഹത്തിന് മുമ്പിൽ എത്തിപ്പോയത് കൊണ്ട് അത് തിരുത്തിയില്ലെങ്കിൽ മൊത്തം മൊയ്ലാമാരി ഇതേ ആശയക്കാരാണെന്ന് വരികയും നമ്മുടെ പ്രസ്ഥാനത്തിന് ദീനും കേടുവരികയും ചെയ്യും. ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ടാണ് തിരിച്ചത്. എനിക്ക് മനസ്സിന് വിഷമമൊന്നും വേണ്ട. നിങ്ങൾ അപകടമൊന്നും ചെയ്തില്ല. നിങ്ങൾ ചെയ്തതിൽ നിങ്ങൾ തന്നെ പറഞ്ഞ വാചകം പറഞ്ഞാല് നിങ്ങൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ അള്ളാഹു നിങ്ങൾക്കും നമുക്കെല്ലാം പുറത്തു തരട്ടെ. ലക്ഷ്മിക്ക് വേണ്ട. നിങ്ങളെ മനസ്സിന് അമ്മത്തിന്റെ വെറുപ്പോ അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ആശയം അത് നമ്മളെ ഇമാമിങ്ങളൊക്കെ നമുക്ക് കാണാലോ. ഖിലാഫൻ എന്ന് പറഞ്ഞിട്ട് അവര് ചിലപ്പോ വലിയ ആൾക്കാർക്ക് എതിരായിട്ട് പറയും. ചെറിയവർക്ക് മാത്രമല്ല. ഖിലാഫല്ലി ഷെയ്ഖന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ഖിലാഫല്ലി മശായിഖന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതുപോലെ വലിയ ആൾക്കാരെ പറ്റി തന്നെ ഖിലാഫല്ലി അബി ഹനീഫ എന്നവരെ നമ്മൾ ഫത്വൽ ബിൽ തന്നെ കാണും. അതെന്താ വെച്ചാല് അത് അബു ഹനീഫ പറഞ്ഞല്ലേ വിചാരിച്ച ആൾക്കാർ പെട്ടുപോയ ഷാഫി എന്നിട്ട് പോകില്ല. അബു ഹനീഫ മാവിന് വിട്ടുണ്ടാവില്ല വേറെ വിഷയം. അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഒരു ജനങ്ങളെ ഈമാനിനോ ജനങ്ങൾക്ക് സംശയങ്ങളോ ഉണ്ടാകുന്ന വിഷയങ്ങൾ പറഞ്ഞാൽ അത് തിരുത്തപ്പെടാനുള്ള നമ്മളെ ഒരു ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തമാണ് നിർവഹിച്ചത്. നിങ്ങളോട് പ്രത്യേകമായിട്ട് വ്യക്തിപരമായിട്ട് വെറുപ്പോ വിഷമമോ ഒന്നുമില്ല. നിങ്ങളായിട്ട് മനസ്സിന് വേദനിക്കുകയും വേണ്ട, ബുദ്ധിമുട്ടുകയും വേണ്ട. നിങ്ങൾ വേണ്ടത് എന്താ വെച്ചാൽ എന്റെ അഭിപ്രായത്തില് നിങ്ങൾക്ക് നല്ലത് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളൊരു വീഡിയോ പറയാം. ഞാൻ കുറെ ദിക്കറുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അതിൽ ഒരു ദിക്കറ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതൊരു അബദ്ധമായി എന്ന് ഇങ്ങനെ പേരോത്സാഹിന്റെ ഒരു പ്രഭാഷണം കേട്ടപ്പോൾ മനസ്സിലായി. അതുകൊണ്ട് ഞാനത് തിരുത്തുകയാണ്. അത് ആരും അങ്ങനെ പ്രയോഗിക്കരുത്. അത് അതിനുവേണ്ടി പ്രയോഗിക്കാനുള്ളതല്ല. അത് ആരും പ്രയോഗിക്കരുത്. അതിൽ ഞാൻ ഖേദിക്കുന്നു. ഭാഗത്തെ നമുക്ക് എല്ലാവർക്കും നല്ല ഈ തോപ്പിക്കരുത്. അങ്ങനെ ഒരു വാചകങ്ങൾ പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ പ്രതിസ്ഥാനത്തുനിന്ന് ജനങ്ങളെ മനസ്സിൽ നിന്ന് പോവുകയും ചെയ്യും. ഉറപ്പായിട്ടും പറയും സാർ. അതെ, അത്രേ കൂടുതലൊന്നും പറയണ്ട. അത്രേ പറയട്ടെ. മനസ്സില് ഒരു രീതിയിലും ആദ്യം ഇറങ്ങിയത് ഇനി ആരും പ്രചരിപ്പിക്കരുത്. ഇനി ഞാനത് മാത്രം പറഞ്ഞു. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. നിങ്ങളെ വോയിസ് കേട്ടപ്പോ എനിക്കൊക്കെ സങ്കടമായി കൊണ്ട് അഭിപ്പിച്ചു. എനിക്കൊട്ട് ആളെ മനസ്സിലായിട്ടില്ല കേട്ടോ. അല്ല, നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായിരുന്നുവെങ്കിൽ ഞാൻ ആദ്യം വിളിച്ചിട്ട് നിങ്ങൾ അതെന്നെ കണ്ട് ഇങ്ങനെയാന്നൊക്കെ അതിന് തെളിവുകൾ ചോദിക്കായിരുന്നു. ചോദിക്കും ഉസ്താദെന്നല്ല, എന്റെ നാട്ടിലുള്ള ഉസ്താദുമാരെങ്കിലും എന്നെ ഒന്ന് വിളിച്ചിട്ട് നീ അങ്ങനെ ശരിയായിരുന്നു ഒരു വാക്കൊരാൾ പറഞ്ഞെങ്കിൽ അതും സംഭവിച്ചില്ല. പെട്ടെന്ന് ഉസ്താദിന്റെ തന്നപ്പോഴത്തേക്ക് എനിക്ക് ഉസ്താദിന്റെ വായിൽ നിന്ന് കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഞാൻ ഇങ്ങനെ. പ്രശ്നമൊന്നുമില്ല. അത് നമ്മള് തെറ്റുകള് സമൂഹത്തിൽ വന്നാലും ഇപ്പൊ ആര് വന്നാലും സമൂഹത്തിൽ അങ്ങനെ ഒന്ന് വരുമ്പോ നമ്മൾ ഈ മൊയ്ലാന്മാര് ഈ ദിക്റുകളൊക്കെ ആരെയോ ശത്രുക്കളെ നശിപ്പിക്കാൻ സമൂഹത്തിന് ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് പിന്നെ ഇപ്പം വളരെ പെട്ടെന്ന് കഴിയൂല. യുക്തിവാദികളൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കും. അങ്ങനെ അപ്പൊ ഈ സാധാരണക്കാരുടെ ഈമാന് പെടക്കും. ഞാൻ കരുതിയത് ഉസ്താദ് തന്നെ മനഃപൂർവ്വം വീഡിയോ എന്നെ ഇട്ട് മരുന്നിയത്. അങ്ങനെ വിഷമിച്ചു പോയി. ഇല്ല, ഞാൻ ഇട്ടില്ല. അത് എന്റെ പ്രസംഗം കട്ട് ചെയ്തിരുന്ന ഞാൻ കട്ട് ചെയ്തതുമല്ല.
ഞാനേതൊരു വാലിൽ ആ സംഭവം പറഞ്ഞു. അത് പറഞ്ഞപ്പോ അതാരോ എന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് മുറിച്ചിട്ട് അതിന്റെ കൂടങ്ങളെ ഇത് കൂടി കെട്ടി പിടിച്ചിട്ട് നാട്ടിലുണ്ടോ എപ്പോഴെങ്കിലും നേരിട്ടൊന്ന് കാണാൻ? ഏതായാലും നിങ്ങൾക്ക് അത് വിളിച്ചിട്ട് വന്നോളെ. ഒന്ന് വിചാരിക്കരുത് എന്നെ കൊണ്ട് മനസ്സിന് വിഷമമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ നിങ്ങളെ വ്യക്തിപരമായിട്ട് പറയുന്നത് എന്റെ ലക്ഷ്യമേ അല്ല. എനിക്ക് ഈ ദീനിന് കേടുവരുന്ന മാത്രമേ ഉള്ളൂ. തിരക്കിനിടയിൽ ഉസ്താദ് ഒന്ന് വിളിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യം. ഒന്നുമില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഞാൻ ആളെ മനസ്സിലായിട്ടില്ല. എനിക്ക് മനസ്സിലായാലും ഇതിപ്പോ എന്റെ മക്കൾ എന്ന് പറഞ്ഞാലും അത് മോശമാണ്, ദീനിന് കേടുവരുന്നതിനെ തിരുത്തണല്ലോ, അത് ആവശ്യം. ഓക്കെ. എത്ര സുന്ദരമായിട്ടല്ല ആ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാര്, ഉസ്താദന്മാര്, നിങ്ങൾ എന്തിനാണ് യൂട്യൂബിൽ കൂടിയിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറുപടി കൊടുക്കുന്നത്? അപ്പം നിങ്ങളെ മെയിൻ ഉദ്ദേശം എന്താണ്? എനിക്കും നിങ്ങൾക്കും റീച്ച് കിട്ടാനും വേണ്ടിയിട്ടല്ലേ, അതിൽ സമ്പാദിക്കാനും വേണ്ടിയിട്ടല്ലേ? ആരാണ് ഈ സംസാരിച്ചെന്ന് പറഞ്ഞാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആമീൻ. ഈ മൂപ്പർ അറിഞ്ഞല്ലോ. നിങ്ങൾ ഈ ഫോൺ സംഭാഷണം കേട്ടുവല്ലോ. ആ ഫോൺ സംഭാഷണത്തില് പേരോട് ഉസ്താദ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം ഉപയോഗിക്കുന്ന വാചകവും അൻസാരി എന്ന വെള്ള തലയെക്കെട്ട് കെട്ടിയ പണ്ഡിതൻ എന്ന് മൂപ്പരോ അല്ലെങ്കിൽ മൂപ്പര കൂടെയുള്ളവരോ അംഗീകരിക്കുന്ന പേരോട് ഉസ്താദിന്റെയും അൻസാരിയുടെയും തലയെക്കെട്ട് വെള്ളയാണ്, ദാടിയുമുണ്ട്, ശുഭ്രവസ്ത്രധാരിയാണ്. പക്ഷേ രണ്ടുപേർക്കും ഉള്ള ശൈലി രണ്ടാണ്. കൊമേഡിയനായിട്ടുള്ള പണ്ഡിതനാണ് സുഹരി അൻസാരി എന്നുള്ളവർക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഇൽമുമായി ബന്ധപ്പെട്ട അതിൽ നിന്നും അതിന് കിട്ടിയ മംഫഅത്ത് സ്വഭാവത്തിൽ നമുക്ക് തെളിയുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, പ്രശ്നമില്ല. അപ്പൊ എല്ലാവരെയും അല്ലാഹു തആല ഒരേ കൂടെ കൊള്ളിൽ എത്തിക്കില്ലല്ലോ. എന്നാൽ പേരോട് ഉസ്താദിന്റെ വോയിസ് നിങ്ങൾ കേട്ടു. അതിൽ പേരോട് ഉസ്താദ് യാദൽ ജലാലി വൽ ഇക്റാം എന്ന ദിക്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോ എന്താണെന്ന് പോലും മനസ്സിലാകാത്ത ചില ആളുകൾ, അഥവാ കത്തിയില്ലാതെ കഠാര ഇല്ലാതെ, ആദ്യം അത് തന്നെ മലയാളത്തിലാണ്, അത് തന്നെ മനസ്സിലാക്കണം. കത്തി ഇല്ലാതെ കഠാര ഇല്ലാതെ. ബദർ യുദ്ധത്തില് മുസ്ലിമുകൾക്ക് രക്ഷ കിട്ടിയത് കത്തിയും കഠാരയും ഉണ്ടായത് കൊണ്ടല്ല, വാളും പരിചയം ഉണ്ടായത് കൊണ്ടല്ല, മറിച്ച് അദൃശ്യരായ ശക്തികളുടെ ഇടപെടലാണ് അവിടെ നടന്നത്. അത് സ്വഹാബാക്കളുടെ ദിക്റിന്റെ പവറാണ്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും നമ്മുടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ചില ഇൽമുകൾ അങ്ങനെ നാം മറച്ചു പിടിക്കേണ്ടതുണ്ട്. അത് പറഞ്ഞു തരേണ്ടതുപോലെ മഹാനായ പേരോട് ഉസ്താദ് പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന അടിസ്ഥാനത്തിൽ ഒരു അദബുള്ള വിദ്യാർത്ഥി എന്താ ചെയ്യേണ്ടത്? ആ ഉസ്താദ് പറയുന്നത് അനുസരിക്കണം, അല്ലേ? ആ ഒരൊറ്റ വീഡിയോയ്ക്ക് എനിക്ക് 1.5 മില്യൺ വ്യൂസ് കയറിയ സമയത്താണ് ഉസ്താദ് ഈ വിഷയം അറിയിക്കുന്നത്. അൻസാരി സംബന്ധിച്ചുള്ള 1.5 മില്യൺ വ്യൂസ് കയറിയെങ്കിൽ ഇനി ഉസ്താദല്ല, സ്വന്തം മാതാപിതാക്കൾ അതിൽ അൻസാരി മാറ്റൂല. കാരണം അൻസാരിക്ക് വേണ്ടത് വ്യൂസ് ആണ്, കമന്റ്സ് ആണ്, സോഷ്യൽ മീഡിയയിലെ തരംഗമാണ്. പക്ഷെ എനിക്കതല്ല വേണ്ടത്. എനിക്ക് ഒരു ഉസ്താദ് പറഞ്ഞു, അതിനകത്ത് ആ വിഷയത്തിൽ ഉസ്താദ് പറഞ്ഞ നിലപാട് എല്ലാവരും ചെയ്യുന്നുള്ളത് ഇതന്നെ. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദ്, നിങ്ങളും ഈ ഒരു കാര്യം അൻസാരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ അൻസാരി ഉസ്താദിനോട് ഡയറക്റ്റ് ഒന്ന് പേരോട് ഉസ്താദ് ചെയ്ത മാതിരി നിങ്ങൾക്കും ചെയ്യായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ അതും ചെയ്തില്ല? 1.5 മില്യൺ പോയിന് വ്യൂസ് എന്ന് പറഞ്ഞ്. എന്നിരുന്നാലും നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ ഉസ്താദന്മാരെ, നിങ്ങൾ ദീനിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതില്ലേ? യൂട്യൂബിൽ വന്നിട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് പോലും നടത്തേണ്ടത്. ഇപ്പം ഈ ഉസ്താദും ഒരുപാട് പറയുന്നുണ്ടല്ലോ, പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല കേട്ടാ. നിങ്ങൾ ഡയറക്റ്റ് ഇപ്പം പേരോട് ഉസ്താദ് വിളിച്ചാണെങ്കിൽ അങ്ങനെ ചെയ്യ്. അപ്പോൾ മറ്റുള്ളവർ അറിയില്ല. അഥവാ നിങ്ങൾക്ക് യൂട്യൂബിൽ റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് നിങ്ങൾ ഇസ്ലാം ദീനപരമായിട്ട് നല്ല 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 കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ജനങ്ങൾക്ക് ഉപയോഗമായ. എന്നിരുന്നാലും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.